അയ്യോ അയ്യാ സൈഡിന്നതായതാണല്ലോ ജനലടക്ക മറ്റേ ഇതോ അയ്യോ വീട് കൈ മുറിഞ്ഞു കൈ. എനിക്ക് കൊറേ ദിവസമായിട്ട് അട ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ. എല്ലാം എടുത്തു കൊടുക്കാം, കുഴപ്പമില്ല. നല്ല സന്തോഷമുണ്ട്. പിന്നെ കുറെ നാളായില്ല ഉണ്ടാക്കിയിട്ട്. നമ്മളൊരു സമയത്ത് എല്ലാ ദിവസം ഉണ്ടാക്കുന്ന സാധനമായിരുന്നില്ലേ. നല്ല ടേസ്റ്റാണ് ശരിക്കണേ. ഈ സാധനം നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോഴേ നെയ്യ് വെച്ചിട്ട് ഉണ്ടാക്കണേ. ഇതിന് പകരം നമ്മള് ഇറച്ചി മേടിക്കില്ലേ ഞായറാഴ്ച, അതിന്റെ നെയ്യ് എടുത്തു ഉരുക്കിയിട്ട് അത് വെച്ചിട്ട് അത് ഉണ്ടാക്കിയിരുന്നു വെച്ചത് അല്ലേ. അത് മറ്റേ ആവശ്യത്തിന് വെള്ളം ഇല്ലേ ഇതിനകത്ത്? കരിഞ്ഞു അല്ലെങ്കിൽ അയ്യോ അല്ല മറ്റേ ആ സൈഡില് ഇതാക്കിയപ്പോ പറഞ്ഞാണ്. അയ്യ ആ സൈഡിന്ന് ഇതായതാണല്ലോ. ചില്ലി 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 ജനലടക്ക പരണ്ടുപോയി. മോനെ ഇത് അവിടെ മറ്റേ ഇതോ അയ്യോ വീട്. ഒരു തെങ്ങുണ്ടറിയോ ആ പറമ്പില് ഒരു തെങ്ങുണ്ട്. പക്ഷെ ആ തെങ്ങിനകത്ത് കുറെ ഉണക്കത്തെങ്ങയാണ്. എത്ര കാറ്റ് വന്നാലും വീഴൂല. ഏകദേശം മറ്റേ ഞാൻ എത്ര കാറ്റില് വീഴൂല എന്നുള്ള രീതിയില ഉള്ളത്. തെങ്ങി കാറ്റത്തല്ലേ കൊറേ തേങ്ങ വീഴ. ആൾക്കാരില്ലേ രാവിലെ തേങ്ങക്ക് ഭയങ്കര പൈസ ചെയ്തോണ്ടേ രാവിലെ തന്നെ ഒരു 5 മണിയാകുമ്പോ ഇറങ്ങും തേങ്ങ ഉറങ്ങാൻ ഓരോ സ്ഥലത്തൊന്നും. കൊറേ കാലിപ്പറമ്പൊക്കെ ഉണ്ടാവില്ലേ ആരും നോക്കാണ്ട് കിടക്കണൊക്കെ. അപ്പൊ എന്തായാലും രാവിലെ തന്നെ മറ്റേ കൈയൊക്കെ മുറിഞ്ഞിട്ട് നല്ല രസത്തിലാണ് തുടങ്ങണത്. ചോര കണ്ട് തുടങ്ങി. അതാ എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലും ഒക്കെ കുക്ക് ചെയ്യുമ്പോ. എന്തായാലും തുടങ്ങാം. അല്ല ചെലവയിൽ എപ്പോഴും അങ്ങനെ ഒരു സാധനം ഉള്ളതാണ്. എനിക്ക് എപ്പോഴും കൂടുതലുള്ള സാധനമാണ് അത്. നല്ല മൂർച്ചയും. അതിപ്പോ അടുത്ത് മാറ്റിയ ബ്ലേഡ് അല്ലേ? ആ പുതിയതാണ്. അതിന്റെയാണ്. പുതിയ ബ്ലേഡ് ആയതുകൊണ്ടാണ്. അത് എപ്പോഴും പറ്റാറുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ചോര നിക്കാണ്ടായിരിക്കും അറിയാം. നീ മറ്റേ അറിഞ്ഞു വെച്ച് ഉണ്ടാക്കുന്ന നട. ആ എന്താണ് മഴയൊക്കെ പെയ്യുമ്പോ നല്ല ചൂടട കഴിക്കാൻ വേണ്ടിട്ട്. കുഞ്ഞുസിന് ഓൾറെഡി മറ്റേ കാലാവസ്ഥ ഇവരായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന്. ഇന്ന് രാവിലെ അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല നിനക്കെന്താ കാലാവസ്ഥ എന്തുമായിട്ട് കലക്ടർക്ക് ഇല്ലാത്ത ബന്ധം നിനക്കുണ്ട് ആക്ച്വലി. എന്താ അറിയോ, കലക്ടർ മഴ പെയ്യാതെ സ്കൂള് വേണ്ട ലീവാണെന്ന് പറഞ്ഞ ദിവസം മഴ പെയ്യില്ല. പക്ഷെ കുഞ്ഞുസിന് ഇന്ന് അടയുണ്ടാക്കുന്ന പ്ലാൻ ഓൾറെഡി ഇട്ട് നല്ല മഴയൊക്കെ പെയ്ത് പ്ലാനാണ്. ആ സ്പോട്ട് പ്ലാനാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലാൻ ഞാൻ വിചാരിച്ചിട്ട് കൂടിയില്ല ഇങ്ങനത്തെ സാധനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗോതമ്പൊടി ചേട്ടാ നമ്മള് പൊടിച്ച ഗോതമ്പൊടി. കുഞ്ഞുസിന് ഒറ്റക്ക് കഴുകി ഉണക്കി പൊടിച്ച ഗോതമ്പ് അല്ലേ. അതിന്റെ വീഡിയോ നമ്മൾ ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴക്കാലം ആൾക്കാർ ചിലപ്പോ വേനൽക്കാലത്ത് ചെയ്ത സാധനമാണ്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇരിക്കുന്ന നമ്മൾ അത്യാവശ്യം അല്ല ഇതിപ്പോ കുഴക്കണം. കുഴപ്പമില്ല, ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ കുഴക്കാം. കാരണം അവിടെ ചോരയൊക്കെ വന്നു. അല്ല ഇതിനാണെന്നുണ്ടെങ്കിലേ ഉപ്പിട്ട. നീ എന്താടെ ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ഏകദേശം മറ്റേ കല്ലില് ചുട്ട്. അല്ല അങ്ങനെയല്ല, മറ്റേ അതിന്റെ അകത്ത് ഇടുന്ന ഐറ്റം ചക്കയാണോ? ഇല്ല ഇത്രയും തന്നെ നോർമലാണ്. കല്ലിപ്പരത്തിയാടാന്ന് അറിയില്ലേ. ഇത് ഏകദേശം മറ്റേ പുരാതനായിട്ടുള്ള റെസിപ്പി അറിയാം. കല്ലുപ്പരത്തി എന്റെ അമ്മമ്മ ഉണ്ടാക്കും. അതേ പറഞ്ഞ പുരാതന റെസിപ്പി അത്. അതായത് അമ്മൂമ്മമാരും. ഞാൻ ഇതിന്റെ കുറച്ച് വെള്ളം ഭക്ഷണം ഉണ്ടാക്കാറില്ലേ, ദോശ പോലെ ചുട്ടെടുക്കുന്ന ഞാൻ ഓർക്കുന്നു. ഇഷ്ടമാണത്. ശർക്കര നേരത്തെ ഒഴിക്കില്ലേ, മധുരം നോക്കിയിട്ട് ഒഴിക്കാം. എല്ലാം ഒരുക്കിയായിരുന്നു ഒരുമിച്ച് തന്നെ.
ഇത് ഏകദേശം ഒരു ഉണ്ണിയപ്പത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ വരും അല്ലേ? ഏകദേശം ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ അതുപോലെയല്ലേ? ഇതിനകത്ത് പഴം കൂടി പഴം ആഡ് ചെയ്യാറുണ്ടല്ലോ. നമ്മളിത് പഴം ഉണ്ടല്ലോ, വേണമെങ്കിൽ പഴം ഉണ്ടോ? ഏത് പഴം? നേന്ത്രപ്പഴം പഴുത്തിട്ടുണ്ടോ? പക്ഷെ പഴുത്തിട്ടുണ്ടല്ലോ, വേണമെങ്കിൽ ഇടാട്ടോ. പഴം വേറെ ടേസ്റ്റ് ആയിരിക്കില്ലേ? നമ്മുടെ ഉണ്ടംപൊരിയിലും ഉണ്ണിയപ്പത്തിലൊക്കെ പഴം ഇടുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും അത്. പ്രത്യേകിച്ച് ഈ പഴവും മറ്റേ തേങ്ങയും ഇതൊക്കെ കിട്ടുന്ന ഇവിടെ നമ്മുടെ അപ്പൂപ്പന്റെ കടയിലാട്ടോ ഉണ്ടംപൊരി. ഇത് ഏകദേശം ഉണ്ടംപൊരിയുടെ ഉണ്ടംപൊരി ഇതിനകത്തല്ലേ ഉണ്ടാക്കണേ? ഗോതമ്പ്. ഇത് നമ്മളെ മറ്റേതാണ്, നാടനാണ്. നാടൻ പഴം. ഏതന്ന് കായ മേടിച്ചതിന്റെ അകത്തുള്ള? കായ മേടിച്ച മാർക്കറ്റിൽ നിന്ന് മേടിച്ചതിന്റെ അകത്ത് ബാലൻസ് ഉള്ളല്ലേ? പകുതി കഴിച്ചോ? മതിയാ? പകുതി മതിയാ? എന്ത് കിട്ടി? ഇത്രയും പോരെ? ഇനി വേണോ? ആഡ് ചെയ്യണോ? ഇട്ടോണെങ്കിൽ ഫുൾ ഇട്ടോ, പകുതിയായിട്ട് എന്തിനാ? പഴം ഇട്ടാലൊരു മധുരം ഉണ്ടാവില്ലേ പഴത്തിന്റെ? ചോരയിൽ കലർന്ന് അടയണം. ചോര കൊണ്ടെഴുതിയ ചരിത്രം എന്നൊക്കെ പറയല്ലേ? ചോര കൊണ്ടെഴുതി. ചോര വരുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഇല്ലല്ലോ ചോര. ചോരയിൽ നീരാക്കി പണ്ടെന്നൊക്കെ പറയും. അതാണത്. എങ്ങനെയാ മധുരം വേണോ? അത്യാവശ്യം വേണോ മധുരം? മധുരം ഓവർ വേണ്ട. ഓവർ ഇല്ലാണ്ടിരിക്കണല്ലോ നല്ലത്. എന്നാലേ കുറെ കഴിക്കാൻ പറ്റുള്ളൂ. വെച്ചടിക്കാനാണ് ഭാവം. അതും പോയാ വരുമോ ഇനി കറണ്ട്? എമർജൻസി ലൈറ്റാണ് ഇപ്പൊ ഓടണത് അല്ലേ? ഇല്ല, ഇപ്പൊ കറണ്ട് വന്നു പോയതാണ്. അല്ല, ഇപ്പൊ ഓടുന്ന എമർജൻസിയിലാണെന്ന് പറയാം. ഇൻവേർട്ടറൊക്കെ ഉള്ള ആൾക്കാർ പ്രശ്നമൊന്നുമില്ല. മതിയില്ലേ? ഈ കൺസിസ്റ്റൻസി പോരെ? നേരെ ഉണ്ടാക്കാലോ. ശരി. ഞാൻ നേരെ മറ്റേതാ തമ്പ്രാട്ടിയാ. ശരി തമ്പ്രാട്ടി. ശരി അങ്ങനെ തമ്പ്രാട്ടിയല്ല അങ്ങനെ. കല്ലെടുത്തിട്ട് വരണ്ടേ? മറ്റേ കല്ലെടുക്കാനോ? മറ്റേ ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ കൊണ്ടുവരണം. കല്ല്, ദോശക്കല്ല്. ഇത് മറ്റേ ട്രഡീഷണൽ അല്ല, ഭയങ്കര മറ്റേല് പറയുന്ന പോലെ പറയുവാണെങ്കിൽ കല്ല് അല്ല, മറ്റേ വില്ലേജ് എന്നാണ് കുക്കിംഗ് ചാനൽ മറ്റേ നമ്മളെ അപ്പൂപ്പന്മാരുടെ തമ്മിൽ ദോശക്കല്ല്. മറ്റേത് പറയാം നാട്ടി ആട്ടാ. നാട്ടിയാ? നാട്ടി. ഓ, നാട്ടിയാട്ട. നമ്മള് പൊടിച്ചെടുത്ത ആട്ടല്ലേ? ഉറുമ്പേട്ടൻ വരുന്നുണ്ട് കേട്ടോ. ഉറുമ്പേട്ടൻ എവിടെ എന്ത് വെച്ചാലും സന്തോഷം. എന്റെ ചുക്ക് കാപ്പി പോയി. ഇല്ല, കേറിയില്ല. എല്ലാത്തിലും വരും. അതൊന്നും ചൂടാക്കായിരുന്നു. ഒന്നിങ്ങനെ ഇരിക്കും. നമ്മളെക്കൊണ്ട് ഭയങ്കര ശല്യമായിട്ടുണ്ടല്ലോ. ഇതിനകത്ത് കുറച്ചേരം വെക്കാല്ലേ കൈ. എന്ത് സുഖമാണ് എന്ന് വെച്ചിട്ട്. അതിനല്ലേ മറ്റേ ഇത് പറയുന്നത് എന്ത് കൊള്ളാന്ന്, ഐസിങ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഇന്നത്തെ അപകടമാണ്. അതായത് മറ്റേതാണ്. നമ്മള് ചില കാര്യങ്ങൾ തുടങ്ങുമ്പോൾ പറയില്ല, അത് കണ്ട് തുടങ്ങിയാൽ നല്ല ഐശ്വര്യം ഇരിക്കും എന്നൊക്കെ പറയില്ലേ? പിന്നെ അല്ലെങ്കിൽ നീ കൈയൊക്കെ മുറിയും മറ്റേ വിളിച്ചു പറയണേ, ഏട്ടായി കൈ മുറിഞ്ഞു ഏട്ടായി. എനിക്ക് എന്നാ തന്നെ അങ്ങനത്തെ സാധനത്തിനോടൊന്നും ഇഷ്ടമല്ല. നമ്മളെ റിയാക്ഷൻ ചെയ്യുമ്പോ തന്നെ അയ്യോ അവൾ കരഞ്ഞു, അയ്യോ. എനിക്ക് അങ്ങനെയൊക്കെ എന്തോ ഭയങ്കര ക്രിഞ്ചും ഉണ്ട് ചെയ്യുമ്പോ. കെയറേട്ടായി ആക്കാനാണ് ഞങ്ങളെ. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലേ ഞാൻ കെയറേട്ടായി ആക്കാൻ നിങ്ങളെ. അല്ലേ, നമ്മള് റിയാക്ഷൻ ചെയ്യുമ്പോ തന്നെ ഉണ്ടാവില്ലേ, അവൾ കരഞ്ഞു, അവൾ ഓടി. നമ്മളെ റിയാക്ഷൻ അല്ല അത്, റിയാക്ഷൻ തമ്മിലുകൾ ചില ഓടി എന്നൊക്കെ. ഓടി ചാടി കരഞ്ഞോടി പേടിച്ചോടി, അവൾക്ക് കരച്ചിൽ വന്നു കരഞ്ഞൊഴുകി. അപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സാധനമാണ്. പക്ഷെ ഹിറ്റാവാ അറിയില്ലേ? ഷീക്ക് റൈഡ് എന്നൊക്കെ പറ്റല്ലേ? ഷീക്ക് റൈഡ് അങ്ങനെ നമ്മള് എപ്പോഴും പ്രാവശ്യം എന്താ പറയാ ചെയ്യാൻ നോക്കിയിട്ട് പ്രിന്റ് അടിച്ചിട്ട് ലാസ്റ്റ് വിട്ടില്ലേ? നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യുമ്പോ വന്ന അത്രേ ഉള്ളൂ.
നെയ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. വീട്ടിലുണ്ടാക്കി, അതാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സുത്തമാനയാണ്. വീട്ടിൽ സமைച്ച സുത്തമാണ് നെയ്. ഞാൻ അങ്ങനെ കമന്റ് മഴയത്ത് ശരിക്കും ഇവിടെ ഇതൊക്കെ വല്ല വിറകടപ്പിൽ വെച്ചുണ്ടാക്കണത്. വിറകടപ്പിൽ ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം. അടുത്തത് മറ്റേത് ഇങ്ങനെ വെച്ചേക്ക പൊരി അല്ല, മറ്റേ മാവിനെ പറയേണ്ടത് ടെറസിൽ ഉണക്കിയെടുത്ത് വീഡിയോ എടുത്തു തരാൻ മാത്രമേ പറഞ്ഞുള്ളൂ, പ്രിന്റ് അടിക്കാൻ പറഞ്ഞില്ല. കമന്ററി കൊടുക്കാലേ. കല്ലി പരത്തിയാടാന്നല്ലേ എന്നാ പറയാ? കല്ലുമ്മ പരത്തി എന്ന് പറയും നാട്ടില്. ആടാന്നൊന്നും പറയില്ല, ഉണ്ടാക്കി വെച്ചാല് കല്ലുമ്മ പരത്തി എന്ന് പറയും. ആ കല്ലുമ്മ പരത്തി ഒരു പേരാണ്, അതിന്റെ ഒരു പേര് അങ്ങനെ തന്നെ പറയും, കല്ലുമ്മ പരത്തി. അമ്മമ്മ അങ്ങനെ പറയാറട്ടെ, എനിക്കറിയില്ല എങ്ങനെയാണോ പേര്, വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള അറിയില്ല. എല്ലാ നാട്ടിലും ഉണ്ടാക്കത്. എന്റെ നാട്ടിൽ അമ്മമ്മ മറ്റേ രീതിയിലും ഉണ്ടാക്കും ചിലപ്പോ, ഇതിന്റെ തന്നെ സ്പൈസി വേർഷൻ. അതെനിക്കറിയില്ല. മറ്റേത് ഉള്ളിയും തേങ്ങയും ഇട്ടിട്ട്, ഉള്ളി തേങ്ങ മറ്റേത് ഞാൻ കേട്ടിട്ടുണ്ട്. അതറിയോ? ഉള്ളി തേങ്ങ പച്ചമുളക് കൂടി ഇട്ടിട്ട് ഇതിന്റെ സ്പൈസി വേർഷൻ ഉണ്ടാക്കും. ഇത് സ്വീറ്റ് വേർഷൻ അല്ല. അല്ല, എല്ലാത്തിനും സ്വീറ്റും സ്പൈസി ഉണ്ടല്ലോ. ഇപ്പം സ്വീറ്റ് പൊങ്കലും ഉണ്ട്, സ്പൈസി പൊങ്കലും ഉണ്ട് അല്ലേ? പൊങ്കലിൽ തന്നെ സ്വീറ്റും മറ്റേതും ഇല്ലേ, കാരും ഇല്ലേ, രണ്ടും ഇല്ലേ? ഇതൊക്കെ ഒന്ന് മറ്റേ വിറകടപ്പിൽ ഉണ്ടാക്കണമെന്ന് ആലോചിച്ച് നോക്കി. ഇത് രസമായിരിക്കുമല്ലേ? ഓ, വേറെ ലെവൽസ് ആണ്. വിറകടപ്പിൽ ഉണ്ടാക്കും, അതിന്റെ രുചിയൊന്നും വേറെ തന്നെ ഇരിക്കും. ഇലകളിൽ ചുട്ട് വയ്ക്കുമ്പോ ഇങ്ങനെ ചുട്ടിട്ട് ഇലയിൽ ഇടില്ലേ, അപ്പൊ ഇലയുടെ ഒരു മണം വരും. അങ്ങനെയൊക്കെ ഉണ്ടാവട്ടാ, ചെറിയൊരു കരിഞ്ഞു പോലെ. അത് ഇതിന്റെ ഒരു ഭാഗമാണ്. കട്ടി കൂടുതലായതുകൊണ്ട് കുറച്ചേരം അധികം അടുപ്പത്ത് വെക്കണം, അല്ലെങ്കിൽ വേവില്ല. മറ്റേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അന്ന്, അതിന്റെ സോഫ്റ്റ് വേർഷൻ ഉണ്ടാക്കുമ്പോ കുറച്ചും കൂടി പെട്ടെന്നാവും. കഴിച്ചാൽ മതി ഒരാൾക്ക്. ഈ ടേസ്റ്റ് കിട്ടില്ല, വേറെ കാര്യം. ഈ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഏകദേശം ചുട്ടെടുക്കണ പോലെ അല്ലേ? മാട്ടിയെടുക്കട്ടെ. എങ്ങനെയുണ്ട്? അടയല്ലേ? കാണാനായിട്ട് കാണാൻ നല്ല ഭംഗി. അതാണ് ഇലയിൽ വെക്കാൻ പറഞ്ഞത്. ഇതൊരു നല്ലൊരു വിഷ്വൽ അല്ലേ? ഇങ്ങനെയും കാണാൻ ഭംഗിയുണ്ട്, ഇങ്ങനെയും കാണാൻ ഭംഗി. പ്രാവശ്യല്ലേ ഇങ്ങനെ പരത്തില്ലേ? എന്റെ കൈനകത്ത് കൊണ്ടിട്ടുണ്ടാറിയോ പൊള്ളിയത്? കല്ലിലല്ലേ? നേരത്തെ കാറ്റിനകത്ത് വീണ മടലല്ലേ? വെയിറ്റ് ആണ്, വഴുക്കരുതട്ടാ. കാറ്റും മഴയും ഗുണമുള്ള പുളിയൊന്നും ഇല്ല തന്നെ. മഴ ചെയ്യാൻ പറ്റില്ല. വെറുത്ത് മഴയോ മഴ. ബൈക്ക് എടുത്ത് നോക്കണം. അല്ല, അടിക്കാൻ പോലെ വിട്ടില്ലാന്ന്. ആസ്വദിക്കാൻ പറ്റാത്ത മഴ. ഞാനത് കടിച്ചെത്തിച്ചത്. നീ അടിച്ചാ കടിച്ചു വെറുതെ കഴിക്കണോ അല്ലെങ്കിൽ മീൻകറി കിട്ടണോ? എങ്ങനെയാണോ കഴിക്കാം. എങ്ങനെയാണോ? മീൻകറി വേണ്ടല്ലോ, മീൻകറി വേണോ? അത് വെച്ചാൽ മതിയാ. എനിക്ക് എങ്ങനെ വെച്ചാൽ കഴിക്കാന്ന് വെച്ചാൽ എങ്ങനെ എടുക്കാം. നല്ല തിന്നാൻ പോകണം. ശരിക്കും നിന്റെ ഇവിടെ മീൻകറി കഴിക്കാൻ തോന്നുന്നുണ്ട്. മീൻകറി കഴിക്കട്ടെ. കഴിക്കോ? അറിയാം. മീൻകറിയില്ല, സൈഡില്ല, ശർക്കര. അതിൽ വരുമല്ലോ ചുക്കാപ്പില്ലേ? ഓൾറെഡി അറിയാലോ. പക്ഷെ മേലെ മാത്രമേ വന്നോളൂ കേട്ടോ.
കറുപ്പ്. വേണ്ടേ? അവസാനത്തെ ഏകദേശം. പുളിയും എരിവും കൂടി വരൂലേ മധുരത്തിൻ്റെ കൂടെ. നല്ലതാണോ? ആണോ? ടെസ്റ്റ് ചെയ്ത് നോക്കണം. നോക്കാം. വേണ്ട? പുളി. അതായത് ഇതിന് ഇച്ചിരി മധുരല്ലേ? മധുരത്തിൻ്റെ കൂടെ ഈ ഒരു മീൻകറി കൂടി ആകുമ്പോൾ പോലെ ടേസ്റ്റ് ഉണ്ട്. ഇറച്ചിക്കറിയാണല്ലോ എന്നൂടെ. ഇറച്ചിക്കറിയായിരിക്കും. ഇറച്ചിക്കറി നന്നായിരിക്കും. ചിക്കൻ കറി നമ്മൾ വെക്കണ ചിക്കൻ കറി ഇല്ലേ, തേങ്ങ അരച്ചത്, വറുത്തരച്ച